ദേവസ്വം ബോർഡിന്റെ കെടുകാര്യസ്ഥതയല്ല, ദേവസ്വം ബോർഡിന്റെ മിടുക്കാണ് നമ്മൾ കണ്ടത്. ദേവസ്വം ബോർഡിന്റെ കഴിവ്, ദേവസ്വം ബോർഡിന്റെ മിടുക്ക്, ദേവസ്വം ബോർഡിൽ വർക്ക് ചെയ്യുന്ന വിശ്വാസത്തെ വഞ്ചിക്കുന്ന മാഫിയയുടെ മിടുക്കാണ് കണ്ടത്. കാരണം 2019 ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിന്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ചെമ്പ് എന്ന് എഴുതിയത് അൺയൂഷ്വൽ ആണ്, സംശയജനകമാണ്. ഇത് ഗോൾഡ് പ്ലേറ്റഡും ഗോൾഡ് ക്ലാഡഡുമാണ്. അത് ചെമ്പെന്ന് എഴുതിയതിന്റെ പിന്നിൽ മറ്റ് അന്വേഷണം വേണമെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണ പോറ്റി വഴി ദേവസ്വം ബോർഡോ ദേവസ്വം ബോർഡിലെ ആരെങ്കിലുമോ കാശ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് ഏറ്റവും വലിയ തെളിവാണ്. ജയറാമേട്ടനൊക്കെ ഇതിൽ പെട്ടുപോകുന്നതാണ്. അവർക്ക് സാധാരണ വിശ്വാസികളാണ്. തമിഴന്മാരും തെലുങ്കന്മാരും കന്നഡക്കാരെയും കൊണ്ട് കാണിച്ച് ഇവര് പറ്റിക്കുകയാണ്. അതുകൊണ്ട് ഈ സെലിബ്രിറ്റീസിനെ ഒന്നും നമ്മൾ നോക്കണ്ട. അവർക്ക് പാവം, അവരോട് പറയുകയാണ് ഇത്ര പവിത്രമായ ഒരു കാര്യം എന്തുണ്ട്, നിങ്ങൾ തൊഴണം, എനിക്ക് ഇതിന്റെ ഓതറൈസേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് വിളിച്ചു ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ഇത് സെലിബ്രിറ്റീസിന്റെ പ്രശ്നമല്ല, പകരം അയ്യപ്പനെ വിറ്റ് കാശാക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കരുവാക്കുന്ന ദേവസ്വം ബോർഡ്, ദേവസ്വം ബോർഡിലെ ചില ആൾക്കാരുടെ മിടുക്കാണ്. ആ മിടുക്ക് തീർച്ചയായും എക്സ്പോസ് ചെയ്യപ്പെടണം. ഇപ്പം പന്തളം കുടുംബമടക്കം, പന്തളം രാജകുടുംബം അടക്കം അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ അറസ്റ്റ് ഉണ്ടാകണം. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യണം. ക്രിമിനൽ ആക്ഷൻ ഇട്ട്, കളവിന് FIR ഇട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുകയും ആ അറസ്റ്റിന്റെ ഭാഗമായി അയാളുടെ പിന്നിൽ ആരുണ്ട് എന്ന് നോക്കുകയും വേണം. ദയവായി നമ്മൾ ടെക്നിക്കാലിറ്റിയിൽ ചർച്ച ചെയ്യരുത്, സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. ഇതിന്റെ പിന്നിൽ CPM-ന്റെ ബോർഡ് കൂടിയാണ്ട് അവരെങ്ങനെങ്കിലും രക്ഷപ്പെടാൻ നോക്കും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.